ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ തമിഴിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അത് തന്നെയാണ് ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ കമൻറ്റ് ബോക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഗ്രൂപ്പ്, നമുക്ക് ഇവിടെ വഴി അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിനകത്താണെങ്കിലും ഈ കാര്യത്തെപ്പറ്റി ഫുൾ ഡിസ്കഷൻസ് ആണ്. നമ്മൾ രജിസ്ട്രേഷൻ ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യും, അതുപോലെ തന്നെ അഡ്മിഷൻ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യും എന്നുള്ളത്. അപ്പോൾ 2024 ജാനുവരി സെഷൻ്റെ അഡ്മിഷൻ ഡിസംബറിൽ തുടങ്ങിയതാണ്, അതുപോലെ തന്നെ രജിസ്ട്രേഷനും ഡിസംബറിൽ തുടങ്ങിയതാണ്. അഡ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ജാനുവരി 31 ആണ് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് അക്ഷയയിലോ കഫേയിലോ ഒന്നും പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ട കാര്യമില്ല. വീട്ടിലിരുന്നുകൊണ്ട് വാട്സപ്പിലൂടെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. ഇഗ്നോലേർട്സ് അഡ്മിഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് സർവീസ് ചാർജ് 300 രൂപയാണ് വരുന്നത്. അഡ്മിഷൻ ശേഷം നമ്മളൊരു ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് നിങ്ങളുടെ കോമൺ ഡൗട്ട് ക്ലാരിഫിക്കേഷനും നോട്ടിഫിക്കേഷനും ഒക്കെ നമ്മൾ അതിനകത്ത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ പുറത്തുനിന്ന് അഡ്മിഷൻ എടുത്ത് വന്നിട്ട് ഗ്രൂപ്പിനകത്ത് ആഡ് ചോദിച്ചു കഴിഞ്ഞാൽ ആഡ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ അഡ്മിഷൻ എടുത്തവർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ താഴെ ഒരു വാട്സപ്പ് നമ്പർ നൽകുന്നുണ്ട്. അതിനകത്തേക്ക് നിങ്ങൾ അഡ്മിഷന് വേണ്ടിയിട്ട് മെസ്സേജ് അയക്കുക. ഒരിക്കലും വാട്സപ്പ് കോളോ നോർമൽ കോളോ ചെയ്യരുത്. അത് രണ്ടും നമുക്ക് അലൗഡ് അല്ല. വാട്സപ്പ് ത്രൂ മെസ്സേജസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അതുപോലെ 2024 ജാനുവരി സെഷൻ്റെ റീരജിസ്ട്രേഷൻ ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് ജനുവരി 29 ആണ്. അപ്പോൾ എലിജിബിൾ സ്റ്റുഡൻസ് ആരൊക്കെയാണ്, എന്താണ് രജിസ്ട്രേഷൻ, ഈ കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തതാണ്. നിങ്ങൾക്ക് എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ 29 ഉള്ളിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫീസും കാര്യങ്ങളൊക്കെ നിങ്ങൾ മുന്നേ അടച്ചേക്കുന്ന ആ ഒരു റേഞ്ചിൽ തന്നെയായിരിക്കും നമുക്ക് ഇപ്പോഴും അടയ്ക്കാൻ വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലോട്ട് മെസ്സേജ് അയക്കുകയാണെങ്കിൽ രജിസ്ട്രേഷൻ നമ്മൾ ചെയ്തിരുന്നതായിരിക്കും. 100 രൂപയാണ് നമുക്ക് അതിൻ്റെ സർവീസ് ചാർജ് വരുന്നത്. അഡ്മിഷന് കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം നോർമലി നമുക്ക് മാർച്ച് വരെയൊക്കെ അഡ്മിഷൻ ഉണ്ടാവാറുണ്ട്, മാർച്ച് 31 വരെ അഡ്മിഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഒരു ട്രെൻഡ് അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ജാനുവരി 31 ലാസ്റ്റ് ഡേറ്റ് തന്നിട്ടുള്ളത്. അപ്പോൾ ഒരു മാർച്ച് വരെ ഒന്നും പോയില്ലെങ്കിലും ഒരു ഫെബ്രുവരി 29 വരെയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഒറ്റയടിക്ക് നമുക്ക് ഫെബ്രുവരി 29 എക്സ്റ്റൻഷൻ കിട്ടില്ല. മിക്കവാറും ഫെബ്രുവരി 15 എക്സ്റ്റൻഷൻ കിട്ടാനാണ് ചാൻസ്. അപ്പോൾ ചാൻസും കാര്യങ്ങളൊക്കെ വളരെ കൂടുതലാണ്. 99% എക്സ്റ്റെൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഒരു ഫെബ്രുവരി 15 എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉള്ളത്. അപ്പം നിങ്ങളുടെ കയ്യിൽ അഡ്മിഷൻ എടുക്കാനുള്ള ഡോക്യുമെൻറ്റ്സും അതുപോലെ തന്നെ എമൗണ്ട് ഒക്കെ റെഡി ആണെന്നുണ്ടെങ്കിൽ റിസ്ക് എടുക്കാതെ ഈ പറഞ്ഞേക്കുന്ന ജനുവരി 31 ഉള്ളിൽ തന്നെ അഡ്മിഷൻ എടുക്കുക. നമ്മൾ വഴിയാണ് അഡ്മിഷൻ എടുക്കണമെങ്കിൽ 25 മുന്നേയായിട്ട് കോൺടാക്ട് ചെയ്യണം കേട്ടോ. വേറെ ഒന്നുമല്ല, നമുക്ക് നല്ല റഷാണ്, നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ടൈമിൽ നിങ്ങൾ അഡ്മിഷൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എടുത്തരാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വഴി കോൺടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 25 അല്ലെങ്കിൽ അതിന് മുന്നെയോ കോൺടാക്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ചാൻസും കാര്യങ്ങളും വരുന്നുണ്ട്. ഇനി രജിസ്ട്രേഷൻ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഇങ്ങനെ തന്നെയാണ്. ഒരു ഫെബ്രുവരി ലാസ്റ്റ് അല്ലെങ്കിൽ മാർച്ച് 31 വരെയൊക്കെ നോർമലി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടാറുണ്ട്. പക്ഷെ ഞാൻ അതിന് ഉറപ്പ് പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റാതെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 6 മാസം കഴിഞ്ഞിട്ട് വേണം അടുത്ത രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ കോഴ്സ് ഇപ്പോൾ 2 വർഷത്തിൻ്റെ കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു രജിസ്ട്രേഷൻ ചെയ്യാൻ നിങ്ങൾ വിട്ടു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് 6 മാസമാണ് നഷ്ടമാവുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ 29 ഉള്ളിൽ തന്നെ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തോളൂ, റിസ്ക് എടുക്കണ്ട. ഓക്കെ, എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, അതും ഒരു 90% എബോവ് ചാൻസ് ഉണ്ട്. പക്ഷേ നിങ്ങളുടെ കയ്യിൽ എമൗണ്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തോളൂ. പിന്നെ ഈ പറഞ്ഞേക്കുന്ന ഏതൊരു എക്സ്റ്റൻഷൻ ആണെന്നുണ്ടെങ്കിലും നമുക്കൊരു 1 വീക്ക് മുന്നേ ഒന്നും കിട്ടില്ല. രജിസ്ട്രേഷൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ 29 അല്ലെങ്കിൽ ഒരു 30 31 ആയിട്ട് എക്സ്റ്റൻഷൻ പ്രതീക്ഷിച്ചാൽ മതി. ഇനി അഡ്മിഷൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ 31 രാത്രിയോ അല്ലെങ്കിൽ 1 തീയതിയോ 2 തീയതിയൊക്കെ ആയിട്ട് പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് നമുക്ക് മുൻകൂട്ടിയിട്ടൊന്നും ഒരാഴ്ച മുന്നെയോ അല്ലെങ്കിൽ 2-3 ദിവസം മുന്നേ ഒന്നും അറിയാൻ പറ്റില്ല. ആ ഡേറ്റ് കഴിഞ്ഞ അന്ന് രാത്രിയോ അല്ലെങ്കിൽ ഡേറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് എക്സ്റ്റൻഷൻ നോട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടാറുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് റിസ്ക് എടുക്കാൻ വയ്യ. നിങ്ങളുടെ കയ്യിൽ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും എമൗണ്ട് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മുന്നേ തന്നെ രജിസ്റ്റർ ചെയ്തോളൂ കേട്ടോ.